പെരുമ്പള ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ 28 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയപ്പോൾ ബാക്കി വന്ന മൺകൂനയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഏതു സമയത്തും മണ്ണിടിഞ്ഞ് തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവയ്ക്കുന്നത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. പെരുമ്പള പ്രദേശത്തിന് കാലങ്ങളായി വിദ്യ പകർന്നു നൽകുന്ന പെരുമ്പള ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ 28 വർഷത്തോളം പഴക്കമുള്ള ഈ കെട്ടിടമാണ് കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കിയപ്പോൾ ബാക്കി വന്ന വലിയ മൺകൂനയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വിദ്യാലയത്തിന്റെ ഒരു കെട്ടിടത്തിൽ നിന്നും രണ്ടാമത്തെ കെട്ടിടത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണിതുള്ളത്. മഴക്കാലമായതിനാൽ ഏത് സമയത്തും മണ്ണിടിഞ്ഞ് കെട്ടിടം തകർന്നു വീണേക്കാവുന്ന ആശങ്കയാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പങ്കുവയ്ക്കുന്നത്. കെട്ടിടം പൊളിച്ചുമാറ്റുവാൻ വേണ്ടി നിരന്തരം പഞ്ചായത്ത് അധികൃതർക്കും ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് റിഫാസ് KCN ന്യൂസിനോട് പറഞ്ഞു. 20 വർഷത്തിന് മുകളിലായി ഈ മുകളിൽ കാണുന്ന ബിൽഡിംഗ് ഉപയോഗശൂന്യമായി എടുക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിങ്ങിനും മറ്റുമായി മണ്ണ് കുറച്ച് എടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഈ നിലയിൽ വന്നത്. ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളം മുകളിലായി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളെ നിരന്തരം നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഓരോ കാലവർഷം വരുമ്പോഴും സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മളെ കുട്ടികളെ സുരക്ഷയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റേണ്ട തീരുമാനം അധികാരി ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിന്റെ അധികാരത്തിലുള്ള സ്കൂളാണിത്. ഇപ്പോൾ ചെമ്മനാട് പഞ്ചായത്താണ് ഇതിന്റെ അധികാരികൾ. നിലവിൽ 50ഓളം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. ചെറിയ കുട്ടികളായതിനാൽ ഈ കെട്ടിടത്തിന്റെ പരിസരത്തേക്ക് പോകാതെ അവരെ അധ്യാപകർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലുള്ളതിനാൽ മഴക്കാലമായാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടുവാൻ രക്ഷിതാക്കൾ മടി കാണിക്കുകയാണ്. പുതുതായി വിദ്യാർത്ഥികളെ ഈ സ്കൂളിൽ ചേർക്കുന്നതിനും ഈ കെട്ടിടം തടസ്സമാകുന്നു. ഇത്തരത്തിൽ സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നതിനാൽ ഈ കെട്ടിടം പൊളിച്ചു നീക്കി സുരക്ഷിതമായ പഠന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് സ്കൂളിലെ അധ്യാപികമാരുൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഞാനിവിടുത്തെ പ്രീ പ്രൈമറി അധ്യാപികയാണ്. ഏകദേശം 12 വർഷത്തോളമായി ഞാനിവിടെ ജോലി നോക്കുന്നു. അപ്പോൾ ഈ രക്ഷിതാക്കൾ രാവിലെ കുട്ടികളെ കൊണ്ടുവിടാൻ വരുമ്പോൾ ആശങ്കയോടെയാണ്, ചില മഴയുള്ള ദിവസങ്ങളിൽ ആശങ്കയോടെയാണ് ഈ ബിൽഡിങ്ങിനെ നോക്കിക്കാണുന്നത്. ഇത് ഞങ്ങളിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്റർവെല്ലിന് കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴും ഒരു കണ്ണ് നമ്മൾ കുട്ടികളിൽ മേലെ ചുമത്തേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെ പൊളിച്ചു മാറ്റാനുള്ള ഒരു ഇത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഒരുപാട് തവണ അധികൃതരെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഓരോ വർഷക്കാലവും ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. കൊടുത്തിട്ടുണ്ട്, MLA-ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് മാറ്റണം. ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഗവൺമെന്റ് LP സ്കൂൾ പെരുമ്പളയാണിത്. ഈ മുകളിൽ കാണുന്ന ബിൽഡിംഗ് കുട്ടികൾക്ക് സുരക്ഷമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്കൂൾ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരോട് കുറെ കാലങ്ങളായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അതിന് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അൺഫിറ്റ് അല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാൻ ഗവൺമെന്റ് പറയുമ്പോഴും ഇത് ഫിറ്റാണ് എന്ന ഒരു ഇതിലാണ് അറിയിക്കുന്നത്. പക്ഷെ ഫിറ്റായാൽ പോലും ഈ കുന്നിന് മുകളിലുള്ള ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം കുട്ടികൾക്ക് വളരെയധികം ജീവന ഭീഷണിയാണ്. കൂടാതെ മറ്റ് ക്ഷുദ്രജീവികളടക്കം അവിടെ വിഹരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് അനുകൂലമായ നടപടികൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് അറിയിക്കാനുള്ളത്. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ കെട്ടിടം ഇഴജന്തുക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും ഇത് കുട്ടികൾക്ക് ഭീഷണിയാണെന്നും അധ്യാപികമാർ കൂട്ടിച്ചേർത്തു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ PTA-യുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ MLA-ക്കും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ കളക്ടർക്ക് കൂടി പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ സ്കൂളിൽ സംഭവിക്കുമെന്നാണ് PTA ഭാരവാഹികളും അതുപോലെ തന്നെ അധ്യാപകരും പറയുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.